Hi all, welcome to Amaze Academy's YouTube channel. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കുള്ള എക്സാമിന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സോ ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഈ ഒരു എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ. സോ ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എക്സാം വിളിച്ചിട്ടുള്ളത് ഫോർ ദി പോസ്റ്റ് ഓഫ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആൻഡ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 657/2023 ആണ്. നോട്ടിഫിക്കേഷൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. And the exam is on September 11, 2024. അല്ലെ, സെപ്റ്റംബർ 11, 2024 എക്സാം നടക്കാൻ പോകുന്നത്. ആൻഡ് യു ക്യാൻ സബ്മിറ്റ് കൺഫർമേഷൻ ഫ്രം June 23rd to July 12th വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, PSC സാധാരണ നടത്തുന്ന പോലെ OMR അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം നടത്തുക എന്നാണ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. യൂഷ്വലി ഉള്ളതുപോലെ തന്നെ 100 മാർക്സിനാണ് എക്സാം ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 1 hour and 30 minutes. അല്ലെ, 1.5 മണിക്കൂറായിരിക്കും എക്സാം. സോ ഈ ഒരു പോസ്റ്റിലേക്ക് കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന എക്സാമിൻ്റെ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത് 2021 നവംബർ 2 തൊട്ടാണ്. 2021 നവംബർ 2 തൊട്ടാണ് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൻ്റെ അകത്ത് ഏകദേശം 169 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 1 ആണ്. ഒരു നമ്പർ ഓഫ് വേക്കൻസിയാണ് ആ ഒരു നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്ന് ഏകദേശം ഒരു 61 അഡീഷണൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ അഡ്വൈസ് 109 ടോട്ടൽ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഈ ഒരു സെയിം പോസ്റ്റിൻ്റെ അകത്തേക്ക് തൊട്ട് മുമ്പ് നടന്ന എക്സാമിൽ 109 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് ഡ്യൂറിങ് April 29, 2024 April 29 എന്താ പറയുക, അവസാനത്തെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് തന്നെ പറയാം, ഒരു വേക്കൻസി എന്ന് പറഞ്ഞിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പിന്നെയും അഡീഷണൽ വേക്കൻസീസ് വന്നു. അറൗണ്ട് ഒരു 109 ടോട്ടൽ അഡ്വൈസ് ഈ ഒരു പോസ്റ്റിൻ്റെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു കൺഫർമേഷൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, PSC ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസും കൂടെ വന്നിട്ടുണ്ട്. അല്ലേ, ഈ ഒരു 657/2023 നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസും കൂടെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അലോങ് വിത്ത് ദിസ് കൺഫർമേഷൻ. ഓക്കെ, സോ ആ സിലബസിലേക്ക് നമ്മളൊന്ന് പോകുന്ന സമയത്ത് ആദ്യം തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് 15 മാർക്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ PSC തരുന്ന ഈ സിലബസിൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്, ഏതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് 15 മാർക്കാണ്. ഓക്കെ, ഈ കൺസ്ട്രക്ഷൻ ടെക്നോളജി എടുക്കുമ്പോൾ കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ്, സ്റ്റോൺ മെയ്സൺറി ആൻഡ് ബ്രിക്ക് മെയ്സൺറി, കോമ്പോസിറ്റ് മെയ്സൺറി, ആർച്ചസ്, ഫൗണ്ടേഷൻസ്, പെർമനന്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചേഴ്സ് ലൈക്ക് ഫോം വർക്ക്, സ്കഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർപിന്നിങ്, അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഫോർ ബിൽഡിംഗ് ലൈക്ക് ഡാമ്പ് പ്രൂഫിംഗ്, ആൻറ്റി ഡെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, കാർപ്പൻട്രി ആൻഡ് ജോയിൻസ്, ഡോർസ്, വിൻഡോസ്, ഫ്ലോർസ്, റൂഫ്സ് ആൻഡ് റൂഫ് കവറിങ്സ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ മെയിനായിട്ടും എന്താണ് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, BC അല്ലെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് അവർ BMC അല്ലെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന BMC തന്നെ 30 മാർക്കോളം ഈ ഒരു എക്സാമിന് കംപ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ BMCയുടെ തന്നെ വെയിറ്റേജ് 30 മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാം. അല്ലെ, 30 മാർക്കോളം BMC വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പഠിച്ച് തുടങ്ങേണ്ടത് BMC ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ച് പോകരുത്. അല്ലേ, ഇപ്പം നമുക്കൊരു 30 മാർക്കിന് BMC ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം BMC തീർക്കാം എന്നിട്ട് ബാക്കിയുള്ള പഠിക്കാം. അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പാരലലി വേറെ സബ്ജക്റ്റുകളോടെ കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കുന്ന സമയത്ത് തന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്, അതായത് നമ്മുടെ ലേഔട്ട് ഓഫ് ഡ്രോയിങ്, ലൈൻസ്, ലെറ്ററിങ്, അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, കൂടാതെ നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്ന അതുപോലെ ബൈലോസ്, ഇത് അതായത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്ലസ് നമ്മൾ പഠിക്കുന്ന KMBRും കാര്യങ്ങളൊക്കെ വരുന്ന ബൈലോസും രണ്ടും കൂടെ തന്നെ ഏകദേശം ഒരു 10 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ BMC 30 മാർക്ക്, ഈ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്ലസ് ബൈലോസ് അറൗണ്ട് ഒരു 10 മാർക്ക്. അല്ലേ, അത് നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് BMC പാരലലി പഠിക്കാം. കൂടെ എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ചെറിയ കമ്പാരിറ്റീവ്ലി BMC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരാൾ കൂടെ പാരലലി പഠിക്കുന്ന സമയത്ത് നമ്മളൊരു 10 മാർക്ക് സെക്വയർ ആയി. പാരലലി എന്ത് പോകുന്നുണ്ട്, 30 മാർക്കിൻ്റെ BMC പോകുന്നുണ്ട്. അല്ലേ, അപ്പോൾ ഈ പറഞ്ഞ പോർഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത
അടുത്ത സബ്ജക്റ്റുകൾ BMCയുടെ കൂടെ പാരലലി ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മേജർ കണ്ടന്റ് സൈഡിലൂടെ നീങ്ങുന്നുണ്ട്, ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ മാർക്ക് വരുന്ന ആളുകൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തരുന്നതുകൊണ്ടുള്ള മെയിൻ ഒരു ഗുണമാണത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷെഡ്യൂൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വീക്ക്ലി ഷെഡ്യൂൾ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് വീക്ക്ലി ഷെഡ്യൂൾ പ്ലസ് ആ ഒരു ഷെഡ്യൂൾ പ്രകാരമുള്ള വീക്കെൻഡ് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രം നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ്, ജൂലൈ തൊട്ട് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടാതെ RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് സിലബസിൽ 10 മാർക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും പ്രതീക്ഷിക്കുക. ഓക്കെ, നമ്മുടെ ഒരു ലെവൽ പോലെയുള്ള ഭയങ്കര ന്യൂമറിക്കൽസ് ഒന്നും ആയിരിക്കില്ല വരുന്നത്. ഓക്കെ, അതുപോലെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്, അതുപോലെ നമ്മുടെ നമ്മുടെ വേസ്റ്റ് വാട്ടറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുപോലെ സീവർ അപ്പർട്ടനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ കൂടുതൽ വരുന്നത്, കംപ്രൈസിങ് ഓഫ് 5 മാർക്സ്. അതുപോലെ റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ് ആൻഡ് ടണൽസ് എല്ലാം കൂടെ 10 മാർക്കാണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹൈവേ, അതുപോലെ റെയിൽവേ, കൂടാതെ ആര് വരുന്നുണ്ട്, ബ്രിഡ്ജ്, ടണൽ എല്ലാം കൂടെ ഏകദേശം എത്ര മാർക്സാണ് കംപ്രൈസ് ചെയ്യുന്നത്, 10 മാർക്സ് ആണ് അല്ലേ. കൂടാതെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നമ്മളൊരു ഓവർസിയർ ലെവൽ എക്സാമിലൊക്കെ വരുന്ന സമയത്ത് 10 മാർക്ക് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അതിൽ തുടക്കത്തിൽ ഹൈഡ്രോളജിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഹെഡ് വർക്ക്സ്, അതുപോലെ ഡാംസ്, ഹൈഡ്രോളിക് പ്രൊജക്ട്സ്, കനാൽസ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്, യൂഷ്വലി നമ്മൾ ഇറിഗേഷനിൽ പഠിക്കുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. 5 മാർക്കാണ് സിലബസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, 5 മാർക്സ്. ഓക്കെ, നമുക്ക് ഒത്തിരി കണ്ടൻസ് ഇല്ല, പക്ഷേ 5 മാർക്കിന് വേർത്ത് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് അല്ലേ. അതുപോലെ സർവേയിങ് ആൻഡ് ലെവലിംഗ്, യെറ്റ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് സർവേയിങ് ആൻഡ് ലെവലിംഗ്. അറൗണ്ട് 10 മാർക്സ് കംപ്രൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം, നമുക്ക് ഈ പഠിക്കാനുള്ളത് ഏറ്റവും വലിയ 2 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ BMC പ്ലസ് നമ്മുടെ സർവേയിങ് ആണ് അല്ലേ. സർവേയിങ്ങിന് 10 മാർക്സ് ആണ് സിലബസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, BMC 30 മാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം BMC തുടങ്ങുന്നു, പാരലലി കുറച്ച് കുഞ്ഞു സബ്ജക്റ്റുകൾ അതിൻ്റെ കൂടെ പഠിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ BMC നീങ്ങുന്ന ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കുഞ്ഞ് സബ്ജക്റ്റുകൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അത്രയും മാർക്കുകൾ നമ്മൾ സെക്യൂർ ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പോൾ വൺസ് BMC തീരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സർവേ എന്ന് പറയുന്ന മറ്റൊരു വലിയ സബ്ജക്റ്റ് പാരലലി തുടങ്ങാം. അതിൻ്റെ പാരലലി ബാക്കി കുഞ്ഞ് സബ്ജക്റ്റുകൾ കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിലബസ് പ്രകാരം ഒരുപാട് മാർക്കിനുള്ളത് നമ്മൾ പാരലലി പഠിച്ചു പോവാണ്. നമ്മൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പോകുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമ്മൾ പാരലലി പഠിക്കുമ്പോൾ ഒരുപാട് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കണ്ടൻസ് കവർ ചെയ്യുന്ന ഒരു പ്രതീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ സർവേയിങ് ആൻഡ് ലെവലിംഗിലേക്ക് വരുന്ന സമയത്തും യൂഷ്വലി നമ്മൾ പഠിക്കുന്ന നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡ്സ്, ചെയിൻ സർവേയിങ്, അതുപോലെ തന്നെ കോംബോ സർവേയിങ്, പ്ലെയിൻ ആൻഡ് ജിയോളജി ക്ലാസിഫിക്കേഷൻ, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. യൂഷ്വലി നമ്മൾ പഠിക്കാറുള്ള ലെവലിംഗും പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് 10 മാർക്സിന് വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സെൻട്രോയിഡ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഫ്രിക്ഷൻ, അതുപോലെ നമ്മുടെ ഫോഴ്സസ് ആൻഡ് ഇക്വിലിബ്രിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിലബസിൽ എടുത്തു പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാവുന്ന, അല്ലെ, നമുക്ക് അത്യാവശ്യം നമ്മൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്, ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അമേസ് അക്കാഡമി എക്സ്ക്ലൂസീവായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു കോഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോഴ്സ് യൂസ്ഫുൾ ആക്കാവുന്നതാണ്. ഇനി മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കാനാണെങ്കിൽ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡയമണ്ട് ബാച്ചും, അതുപോലെ തന്നെ ഈ പ്രീമിയം ബാച്ചും എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു എക്സാമിന് പെർട്ടിക്കുലർലി നമ്മളൊരു ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ സ്പെഷ്യൽ കോഴ്സ് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു എക്സാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീക്കെൻഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ നിങ്ങൾ അല്ലാതെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അറ്റ് എ ടൈം 2-3 സബ്ജക്റ്റുകൾ പാരലലി പഠിക്കുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും, കുറേ സബ്ജക്റ്റുകൾ പഠിക്കുന്നു എന്ന കോൺഫിഡൻസ് ഉണ്ടാകും, ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏതാണ്, എത്രത്തോളം മാർക്കിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്ലാൻ സെറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ കണ്ടന്റ്സ്. പഠിക്കാം അമേസിംഗ് ആയി. അമേസ് അക്കാദമി. കോൾ 8281741894.